ഹലോ എവരിവൺ, പോർട്ട്ഫോളിയോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയിലെ മാർക്കറ്റ് പരിശോധിക്കുമ്പോൾ ഫ്രൈഡേ നിഫ്റ്റി 96 പോയിൻ്റ് നഷ്ടത്തോടു കൂടിയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എങ്കിലും വീക്ക്ലി പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 0.85%, അതുപോലെ ബാങ്ക് നിഫ്റ്റി 1.19% നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. ഇനി സെക്ടർ വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ സെക്ടേഴ്സ് എന്ന് പറയുന്നത് PSU ബാങ്ക് 4.83%, റിയാലിറ്റി 4.43%, ഓയിൽ ആൻഡ് ഗ്യാസ് 2.18% ആൻഡ് IT 1.29%. ഓവറോൾ 1-2 സെക്ടേഴ്സ് ഒഴിച്ച് ബാക്കി എല്ലാ സെക്ടേഴ്സും പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ മറ്റ് ന്യൂസുകൾ നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിനെ പരിശോധിക്കുമ്പോൾ US-ൻ്റെ ഫെഡറൽ റിസർവ് തീരുമാനം തന്നെയായിരുന്നു വിപണിയെ സ്വാധീനിച്ച പ്രധാന ഘടകം. അതുകൂടാതെ ഈ ആഴ്ച US-ലെ റിയൽ എസ്റ്റേറ്റ് മേഖലയുമായി ബന്ധപ്പെട്ട കുറേ ഡേറ്റകൾ വരാനിരിക്കുന്നു. സെപ്റ്റംബർ 23-ന് മാനുഫാക്ചറിംഗ് സർവീസസ് കോമ്പോസിറ്റ് PMI ഡേറ്റ വരുന്നു. അതിനുശേഷം 24-ന് ഹോം സെയിൽസ് ബിൽഡിംഗ് പെർമിറ്റ്സ് ഡേറ്റ വരുന്നുണ്ട്. ശേഷം സെപ്റ്റംബർ 25-ന് എക്സിസ്റ്റിംഗ് ഹോം സെയിൽസ് ഡേറ്റയും പബ്ലിഷ് ചെയ്യും. ഇതോടെ ഓഗസ്റ്റ് മാസത്തെ US-ൻ്റെ റിയൽ എസ്റ്റേറ്റ് മേഖലയെ വിലയിരുത്താൻ നിക്ഷേപകർക്ക് സാധിക്കുമെന്നും അത് മാർക്കറ്റിനെ സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി ഇതുകൂടാതെ സെക്കൻഡ് ക്വാർട്ടർ GDP എസ്റ്റിമേറ്റും ഈ വീക്ക് വരാനിരിക്കുന്നുണ്ട്. അതുപോലെ സെപ്റ്റംബർ 24-ന് നടക്കാനിരിക്കുന്ന യൂറോപ്യൻ സെൻട്രൽ ബാങ്കിൻ്റെ നോൺ മോണിറ്ററി പോളിസി മീറ്റിംഗും വിപണിയെ സ്വാധീനിക്കാൻ സാധ്യതയുള്ളതാണ്. ഇനി നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിനെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ന്യൂസുകളെ പറ്റി നോക്കാം. അതിനു മുന്നേ നിഫ്റ്റിയുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് പറയുമ്പോൾ മേജർ സപ്പോർട്ട് എന്ന് പറയുന്നത് 25,150, അതുപോലെ അപ്സൈഡിൽ മേജർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 25,500. ഇനിയും ഇന്ത്യൻ വിപണിയെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ന്യൂസുകൾ പരിശോധിക്കുമ്പോൾ H1B വിസയ്ക്ക് ട്രംപ് ഏർപ്പെടുത്തിയ പുതിയ ഫീസായിരിക്കും അതിലൊരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. $1,00,000 ഈ വിസയുടെ പുതുക്കിയ ഫീസ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇനി ഇതിനെപ്പറ്റി നമ്മൾ പഠിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇത് പുതിയ വിസകൾക്ക് മാത്രമാണ് ഈ പുതുക്കിയ നിരക്ക് വരിക. നിലവിലുള്ള വിസകൾക്കോ അതുപോലെ റിന്യൂവൽസിനോ ഈ ഫീസ് ബാധകമല്ല. അതുപോലെ തന്നെ ഇതൊരു വൺ ടൈം പേയ്മെൻ്റ് ആണ്. നാളെയും ഈ വരുന്ന ആഴ്ചയും IT സെക്ടറിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് തീർച്ചയായും കാണാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇൻഫോസിസ്, TCS, ടെക് മഹീന്ദ്ര, വിപ്രോ പോലെയുള്ള കമ്പനികളുടെയൊക്കെ സ്റ്റോക്ക് പ്രൈസിൽ ഒരു ഇടിവ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാലും ഇത് ഒരു ഷോർട്ട് ടൈമിലേക്ക് മാത്രമുള്ള ഒരു മൂവ്മെൻ്റായിട്ട് നിങ്ങൾ കണ്ടാൽ മതി. ഇനി മറ്റ് ന്യൂസ് നോക്കുകയാണെങ്കിൽ GST റീഫോം അല്ലെ റേറ്റ് കട്ട്സ് ആണ് ഒരു പ്രധാനപ്പെട്ട ന്യൂസ്. ഇപ്പോൾ ഇന്ന് സൺഡേ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തു. അതിലും അദ്ദേഹം പറയുന്ന ഈ GST റേറ്റ് കട്ട് എന്ന് പറയുന്നത് രാജ്യത്തിനുള്ള ഒരു ദീപാവലി ഗിഫ്റ്റാണ്. ഈ ഒരു GST പരിഷ്കാരം വരുന്നതോടുകൂടി ഇന്ത്യൻ ജനതയുടെ ജീവിത നിലവാരം ഉയർത്താൻ അത് ഹെൽപ്പ് ചെയ്യുമെന്നാണ്. ഇനി മറ്റു ന്യൂസ് നോക്കുകയാണെങ്കിൽ അദാനി ഗ്രൂപ്പിനെതിരെ ഉണ്ടായിരുന്ന കേസുകളിൽ സെബി അദാനി ഗ്രൂപ്പിന് ക്ലീൻ ചിറ്റ് കൊടുത്തിരിക്കുകയാണ്. ഇതുമൂലം അദാനി ഗ്രൂപ്പിൻ്റെ സ്റ്റോക്കുകളിലെല്ലാം വളരെ വലിയൊരു ബൈങ് ആണ് ഈ കഴിഞ്ഞ വാരം നമുക്ക് കാണാൻ സാധിച്ചത്. ഇനി നിങ്ങൾക്ക് ഈ ആഴ്ച വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്റ്റോക്കുകൾ പറയാം. അതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക ഞങ്ങളെ. ഞാനൊരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. എൻ്റെ ഫ്രീ ആയിട്ടുള്ള ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അവിടെ ഞങ്ങൾ ഇൻട്രാഡേ സ്വിംഗ് ഷോർട്ട് ടൈം കോൾസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സംബന്ധമായ എന്ത് സംശയങ്ങൾക്കും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾ ഡിമാറ്റ് അക്കൗണ്ട് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിലും NRI ആണെങ്കിലും ഒക്കെ ഞങ്ങളുടെ ടീം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇനിയും ഈ വീക്ക് നിങ്ങൾക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്സ് എന്ന് പറയുന്നത് ടൊറൻറ്റ് ഫാർമ, സ്വിഗ്ഗി, ഹഡ്കോ, സുസ്ലോൺ മുതലായവയാണ്. Stock market investments are subject to market risk. Please do your own research before investing.